ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിക്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രൈ സ്കിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം കേട്ടോ. അത് വളരെ നാച്ചുറലായിട്ട് തന്നെ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ സ്കിന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒത്തിരി കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര വരണ്ട് പോലെ സ്കിന്നിലുള്ള മോയ്സ്ചർ കംപ്ലീറ്റ് വലിച്ചെടുക്കുവാണ് പുറത്ത് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സാധാരണ കുടിക്കുന്ന വെള്ളമൊക്കെ എപ്പോഴും നന്നായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമലി സ്കിൻ ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഈ ഒരു സീസണിലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇന്നർ മോയ്സ്ചർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നല്ലതുപോലെ വെള്ളം നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ പുറത്ത് എന്തൊക്കെ ചെയ്താലും ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുള്ളത് ഇത് 200% എനിക്ക് ഗ്യാരൻറ്റിയാണ്. ഈ ഒരു ബോഡി ബട്ടർ അല്ലെങ്കിൽ ബോഡി ലോഷൻ, ബോഡി മോയ്സ്ചറൈസർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രശ്നത്തിന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ സ്കിൻ ഇങ്ങനെ വരണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ സ്കിന്നൊക്കെ ചുളിവ് വന്ന പോലത്തെ ഒരു ഫീലാണ്. നമുക്കറിയാം ഒരു ഏജ് കഴിയുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിൽ മാറ്റം സംഭവിക്കുക, സ്കിൻ പെട്ടെന്ന് വരണ്ട് പോകുന്നതായിട്ട് കാണാം. ഈ വരണ്ട് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളോജിൻ്റെ അളവും എല്ലാം പതിയെ കുറഞ്ഞ് നമുക്ക് വരൾച്ചയൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ചുളിവ് വരും. അപ്പോൾ നോർമലി ചില ആൾക്കാരിൽ ചെറിയ പ്രായത്തിൽ തന്നെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ ചുളിവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ പല രീതിയിലുള്ള ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യും. നമ്മൾ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മോയ്സ്ചർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ഒരു കുറച്ച് സെക്കൻഡുകൾക്കകം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. കുളിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്. കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ, അതായത് ബോഡി ലോഷൻ, ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ അതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുക. അത് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മറക്കരുത്. നമ്മളുടെ ഹെയറിൻ്റെ ക്ലാസ് വരുവാണ് കേട്ടോ. വരുന്ന 13-ാം തീയതി, അതായത് ഈ മാസം 13th ഫെബ്രുവരി 13th വരുന്നത്. ഓൺലൈനിലാണ് നമ്മളുടെ ക്ലാസ്. സോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും ഓൺലൈനിൽ. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷനും നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഹെയർ കെയറും ഫേസും സ്കിന്ന് മാത്രമല്ല, അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഹെയർ പൊട്ടിപ്പോകുന്നു, ഹെയർ കൊഴിച്ചിൽ, മുടി കൊഴിച്ചിലും അതുപോലെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നം നമ്മുടെ ഹെയറിനുണ്ടാവും. മുടി വളരുന്നേ ഇല്ല എന്നുള്ള പ്രശ്നം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ക്ലാസ് നല്ലൊരു സൊല്യൂഷനായിരിക്കും. കാരണം ഹെയർ കെയർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്നുള്ളതും ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഓരോ സമയത്ത് നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയം നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഹെയർ സെറ്റ് ചെയ്യണം, നമ്മളുടെ ഹെയർ ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. വാട്സപ്പ് നമ്പർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. വെറും 399 രൂപ മാത്രമാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ വിട്ടുപോകരുത്, ഫെബ്രുവരി 13 കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സീറ്റ് കൺഫേം ചെയ്തോളൂ. നമുക്ക് നോക്കാം. കാരണം നമ്മളുടെ ഇതിനു മുമ്പ് നോട്ട് മേക്കപ്പിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം നമ്മളുടെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ അവരുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ചും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഡ്രൈ സ്കിന്നിന് നമ്മൾ എന്താണ് ബോഡി ബട്ടറായിട്ട് അല്ലെങ്കിൽ ബോഡി മോയ്സ്ചറൈസറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് എവിടെയെന്ന് വെച്ചാൽ കൊക്കോ ബട്ടറാണ്. നമുക്കെല്ലാവർക്കും അറിയാം കൊക്കോ മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ നമുക്കെല്ലാം മേടിക്കാൻ കിട്ടും, ഷോപ്സിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് എടുക്കുക. കൊക്കോ ബട്ടർ വേണം, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ വേണം, കോക്കനട്ട് ഓയിൽ വേണം. ഇത് മൂന്നുമാണ് നമുക്കിതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ബട്ടർ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. വളരെ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഭയങ്കര ഓവർ ഹീറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കരുത്. ആ 2 കപ്പ് വെള്ളത്തിലേക്ക് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൊക്കോ ബട്ടർ എടുക്കുക. കൊക്കോ ബട്ടർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ
കേട്ടോ. അതായത് 2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു കൊക്കോ ബട്ടർ 2 ടേബിൾ സ്പൂൺ വേണം. നമുക്ക് കോക്കനട്ട് ഓയിലാണ് 1 ടേബിൾ സ്പൂൺ വരുന്നത്. 2 കപ്പ് വെള്ളം ചെറിയ ഇതിൽ വയ്ക്കുക, സിമ്മിൽ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് കൊക്കോ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പതുക്കെ അതൊന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഹീറ്റ് ചെയ്യണതിന് മേളിൽ പറ്റുമെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ട് നമ്മൾ ഈ പാത്രം തുറന്നിരിക്കുമല്ലോ, അതിനകത്ത് തന്നെ ഒരു കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ബൗൾ ഉണ്ടെങ്കിൽ അതിന് മേളിൽ നമുക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കത് മെൽറ്റായി ചൂടിൽ തന്നെ ചെറിയ ചൂട് കിട്ടുമല്ലോ നമ്മൾ ഇതിന് മേളിൽ വെക്കുമ്പോൾ, അതിൽ തന്നെ നമുക്ക് മെൽറ്റായി വരും. അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോക്കനട്ട് ഓയിൽ ചെറിയ രീതിയിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതായത് ചെറിയൊരു ലൈറ്റ് ഒരു ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബോഡി ബട്ടറും വെള്ളത്തിൽ കിടന്നിട്ട് അതൊന്ന് മെൽറ്റായി വരേണ്ട ഒരു സമയം മാത്രം വെച്ചാൽ മതി. ഒരുപാട് ബോയിൽ ചെയ്യരുത്, ഇങ്ങനെ വേവിക്കുന്ന പോലെയൊന്നും തിളപ്പിക്കുന്ന പോലെയോ ഓവർ ഹീറ്റോ ഒന്നും കൊടുക്കാതെ ചെയ്യുക. ദെൻ അതിന് ശേഷം ഇച്ചിരി ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ലാവൻഡർ ഓയിലും കൂടി മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. ലാവൻഡർ ഓയിൽ കേട്ടോ, അത് മിക്ക ഷോപ്പുകളിലെല്ലാം ബ്യൂട്ടി ഷോപ്പിലൊക്കെ കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടും ലാവൻഡർ ഓയിൽ. അത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നല്ല ഗുഡ് സ്മെല്ലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ നമുക്ക് ബോഡി ലോഷനായിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു സ്മെല്ലും കൂടെ നമുക്ക് ഇഷ്ടമാണല്ലോ, നല്ല സ്മെല്ല് വേണമെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ലാവൻഡർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഡ്രോപ്സ് കൊടുത്താൽ മതി. ലാവൻഡർ ഓയിൽ നമുക്ക് ഒരുപാട് ഇതായിട്ട് വേണ്ട, കുറച്ച് ഫ്യൂ ഡ്രോപ്സ് നമുക്ക് അതിലേക്ക് കൊടുത്താൽ മതി അതിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് ജാറിലാക്കി വയ്ക്കുക. ഇത് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന സംഭവം കൂടിയാണ് കേട്ടോ. പെട്ടെന്ന് ചീത്തയാവുന്ന സംഭവമൊന്നുമല്ല. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ കൂൾ പ്ലേസിൽ വെക്കാൻ പറ്റുമെങ്കിൽ കൂൾ പ്ലേസിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിന്നിൽ കൈയും കാലും എല്ലാം നമ്മൾ ഫുൾ ബോഡി നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഡെയിലി 2 പ്രാവശ്യമെങ്കിലും വേണം കേട്ടോ. ഈവനിങ് നമ്മൾ കിടക്കുന്നതിന് മുമ്പും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബേബി സ്കിൻ പോലെ ഉണ്ടാവും. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ ആ ഒരു ഫീല് കറക്റ്റായിട്ട് അറിയാം. നമുക്കറിയാം നമ്മളുടെ കൊക്കോ ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാത്തിനും, നമ്മളുടെ ബ്യൂട്ടിയിൽ എല്ലാത്തിലും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈവൻ ലിപ് ബാമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ലിപ് ബാമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നമുക്ക് ഡ്രൈനെസ്സിന് നല്ലപോലെ മാറ്റി നല്ലപോലെ സ്കിന്നിനെ നല്ല സോഫ്റ്റൻ ചെയ്യാനും ബേബി സ്കിൻ കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത്രയും സോഫ്റ്റ് ആക്കുന്നുള്ളതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും 2 പ്രാവശ്യം ചെയ്ത് വരിക. നമ്മളത് വിത്തിൻ 1 വീക്ക് കൊണ്ട് പൂർണ്ണമായിട്ടും നമ്മളുടെ ഡ്രൈനെസ്സും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. കൊക്കോ ബട്ടർ, ഓയിൽ, നമ്മളുടെ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, ഇത് 3ഉമാണ് നമുക്ക് വേണ്ടത്. ചെറിയ ചൂടിൽ ഈ 2 കപ്പ് വെള്ളത്തിൽ കൊക്കോ ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുക്കുക. ചെറിയ രീതിയിലൊന്ന് ചൂടായി അതൊന്ന് മെൽട്ടായി ആ വെള്ളമായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം അതിന് മുമ്പ്, അതായത് ഇത് വെക്കുമ്പോൾ തന്നെ അതിന് മേളിലൊരു കുഞ്ഞ് ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി വെക്കാൻ പറ്റുന്നില്ല, ബൗൾ വെക്കാൻ പറ്റില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. ചെറിയൊരു ചൂട് മെൽട്ടാക്കുക എന്ന് വെച്ചാൽ ചിലവിടെയൊക്കെ നമുക്ക് ഈ തണുത്തിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കുക, അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്ന് മെൽട്ടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ചൂട് കൊടുക്കുക, അത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രമാത്രം ചെയ്തതിന് ശേഷം ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു കുഞ്ഞ് ജാറിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാവൻഡർ ഓയിലും കൂടി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്മെല്ല് നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ഒരുപാട് ഡ്രൈനെസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സ്കിൻ വരണ്ടിരിക്കുന്നു, ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നാച്ചുറലാണ്. ഇതിനകത്ത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര റിസൾട്ടായിരിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. എല്ലാവരും തന്നെ ഒന്ന് പറയണം കേട്ടോ. വിത്തിൻ 2-3 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടും ആ ഒരു വ്യത്യാസവും തീർച്ചയായിട്ടും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി വരണ്ട ചർമ്മമാണ്, ഭയങ്കര സ്കിൻ ഒത്തിരി ഡ്രൈ ആയി പോകുന്നു എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന്
ഈ ഒരു രീതിയിലുള്ള ഒരു ബോഡി ലോഷൻ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ബട്ടർ മോയ്സ്ചറൈസർ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്, അത് മാത്രമല്ല എപ്പോഴും ഈ മോയ്സ്ചർ കൊടുത്താൽ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ട് നിൽക്കും. ആ റിങ്കിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ പെട്ടെന്ന് വരത്തില്ല. ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വയസ്സൊന്നും ആവാതെ നമുക്ക് യങ്ങായിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ബൈ ബൈ. താങ്ക്